ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉത്തരം ചെയ്യാൻ കഴിയാതെ മെഴുകുന്ന നാസ്തികരെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് സംഭവമായി ഈ ആളുകളൊക്കെ എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വലിയ സങ്കടം. വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ സയൻറ്റിഫിക് ടമ്പറിനെ കുറിച്ചൊക്കെ നിരന്തരമായി സംസാരിക്കുന്ന, ലോകത്ത് സൂര്യന് താഴെയുള്ള ഏറെക്കുറെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇവിടെ വാസ്തവം. പൊതുവിൽ പരലോകവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇസ്ലാം വിമർശിക്കപ്പെടുന്ന, മതത്തെ പരിഹസിക്കുന്ന, പരലോകത്തെ പരിഹസിക്കുന്ന ചില ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പക്ഷേ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് പോകുന്ന ഒരു പാനൽ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദരണീയനായ വിസം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ മാലിക് സലഫിയുണ്ട്, ഡോക്ടർ അബ്ദുള്ള ബാസിലുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചുകൊണ്ട് ഈ ചർച്ച തുടക്കം കുറിക്കാം. പൊതുവിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, മതത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ ഈ ഫേസ്ബുക്കും മറ്റൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഈ ആളുകളുടെ ഈ പറഞ്ഞവിടെ വീഡിയോയിൽ കാണിച്ച ആളുകളുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ പറയാറുള്ളൊരു സംഗതിയാണ്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാലിക് സലഫി, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുമ്പോഴും അവർക്കതിലൊരു വേറൊരു ഉദ്ദേശമുണ്ട്. സ്വർഗം കിട്ടണം, പരലോകം കിട്ടണം. പക്ഷെ ഞങ്ങൾ നിരീശ്വരവാദികളുണ്ടല്ലോ, ഇവർ പറയുന്ന വാചകമാണ്, ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരുവിധ മറ്റു താല്പര്യങ്ങളുമില്ല. ഞങ്ങളാണ് ഇവിടെ ആത്മാർത്ഥമായി നന്മ ചെയ്യുന്നത്. ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മാർത്ഥതയില്ല, അവർക്ക് മറ്റൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതാണ് ആത്മാർത്ഥമായ സേവന പ്രവർത്തനങ്ങൾ എന്നൊക്കെയാണ് ഇവർ പൊതുവിൽ പറയാറുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? അബ്ദുള്ള ബാസിൽ ഒന്ന് തുടങ്ങി വെക്കും. പലപ്പോഴും നിരീശ്വരവാദികൾ പറയുന്ന ഒരു കാര്യമാണ്, അതായത് വിശ്വാസികൾ നന്മ ചെയ്യുന്നത് അത് എന്താണ്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷെ അവിശ്വാസികൾ അല്ലെങ്കിൽ അങ്ങനെ പരലോക വിശ്വാസമൊന്നും ഇല്ലാത്ത ആളുകൾ നിസ്വാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നന്മക്ക് പ്രതിഫലമുണ്ട്, തിന്മക്ക് അതിൻ്റെതായ ശിക്ഷകളുണ്ട് എന്ന് പറയുന്നത് തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തോടുകൂടി ആരെങ്കിലും നന്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശിക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ ഒരാൾ തിന്മകൾ ചെയ്യാതിരിക്കുകയും നന്മ ചെയ്യുകയും ചെയ്താൽ അതിനൊരു വാല്യൂ ഇല്ല, അതിനൊരു മൂല്യമില്ല എന്ന രൂപത്തിലാണ് ഇവർ പറയാറുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം കൃത്യമായ ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള മതമാണ്, ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള ദർശനമാണ്. മനുഷ്യരെ അറിയുന്ന പടച്ചവനിൽ നിന്നാണ് ഈ കൽപ്പനകളും ഈ ദർശനങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യ പ്രകൃതത്തെക്കുറിച്ച് ഒരു പ്രാഥമികമായ ധാരണ ഉണ്ടെങ്കിൽ തന്നെ ഈ ചോദ്യം വരൂല. കാരണം മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് റിവാർഡ് ചെയ്യപ്പെടുകയും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കോൺസിക്വൻസ് ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഒരു സമൂഹത്തിൽ നന്മ കൂടുകയും തിന്മ കുറയുകയും ചെയ്യാം. ഇത് മതവിശ്വാസത്തിന് വേണ്ടി നമ്മൾ പറയുന്നതല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതേ കാര്യത്തിനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റോട്ടിൽ ഹെൽമറ്റ് ഇടാതെ വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമം ലംഘിച്ചു, അവിടെ നിയമം ലംഘിക്കുമ്പോൾ ഫൈൻ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ അവിടെ റിവാർഡുകളുണ്ട്, അവാർഡുകളുണ്ട്, അതേപോലെ തന്നെ ആദരിക്കലുകളുണ്ട്. എന്തിനാണ് ഈ ആദരിക്കലുകൾ? എന്തിനാണ് തിന്മ ചെയ്യുമ്പോൾ ഫൈനുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ? അങ്ങനെയേ ഒരു സൊസൈറ്റി വർക്കാവുള്ളൂ. ഒരു പൊതുജനത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നന്മ ചെയ്യുമ്പോൾ റിവാർഡ് ചെയ്യപ്പെടുകയും തിന്മ ചെയ്യുമ്പോൾ അതിന് കോൺസിക്വൻസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ സൊസൈറ്റി നന്മയിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുള്ളൂ. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ശമ്പളം ഇല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യും?
അല്ലെ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പൂർത്തീകരിക്കാൻ സാധ്യമാവുള്ളൂ എന്നുള്ളത് മനുഷ്യനെ കുറിച്ച് പ്രാഥമികമായി അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് മതത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ മാത്രം, സ്വർഗനരകങ്ങളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇത് മൊത്തത്തിൽ നമ്മൾ മറന്നുപോകാൻ, ഇതൊക്കെ മാറ്റിവെച്ച് പിന്നെ അവിടെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന നിസ്വാർത്ഥത എന്നാണ് പറയാം. ഇവിടെ രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ, മതവിശ്വാസികൾ ചിലത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നാണ് പറയാം. പക്ഷേ എന്താണ് ആ പ്രതീക്ഷ? എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്? മതവിശ്വാസികൾ ഈ ഭൗതിക ലോകത്ത് തന്നെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് വിശ്വാസികൾ നന്മ ചെയ്യുമ്പോൾ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ അഗതികളെയും അനാഥകളെയും ഒക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം വിശ്വാസികൾ പറയുന്നതാണ്, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. വിശ്വാസികൾ പറയുന്നതാണ്, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, ഞങ്ങൾ അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് നിങ്ങളെ ഭക്ഷിപ്പിച്ചിട്ടുള്ളത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഞങ്ങൾ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രതിഫലമോ ഒരു നന്ദി വാക്കോ പ്രതീക്ഷിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഭൗതികമായ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണം, നിസ്വാർത്ഥമായി ചെയ്യണം തന്നെയാണ് മതവും പഠിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ഭൗതികമായി പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ ഭൗതികേതരമായി പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. ഇത് പറയുന്ന നിരീശ്വരവാദികൾ തന്നെ പലപ്പോഴും പറയുന്നത്, ഞങ്ങൾക്ക് നന്മ ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുന്നു, ഞങ്ങൾക്ക് നന്മ ചെയ്യുമ്പോൾ ഒരു നിർവൃതി കിട്ടുന്നു. അപ്പം ആരെങ്കിലും ഒരാൾ പറയാണെന്ന് വിചാരിക്കുക, നിങ്ങളൊക്കെ സ്വാർത്ഥന്മാരാണ്. കാരണം എന്താ? നിങ്ങൾ നന്മ ചെയ്യുന്നത് നിർവൃതിക്ക് വേണ്ടിയാണ്. നിർവൃതി എന്ന് പറയുന്ന ഒരു പ്രതിഫലം നിങ്ങൾക്കുണ്ടല്ലോ, അല്ലെങ്കിൽ മനസംതൃപ്തി എന്ന് പറഞ്ഞൊരു പ്രതിഫലം നിങ്ങൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാ? അത് അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താ? അത് ഭൗതികമായ എന്തെങ്കിലും ബെനിഫിറ്റ് അല്ലല്ലോ, ഭൗതികേതരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ പറയും. ഇതേപോലെ തന്നെയാണ് മതവിശ്വാസികളുടെ കാര്യവും. മതവിശ്വാസികൾ ഈ ലോകത്ത് നമ്മളിവിടെ അനാഥകളെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നു, അവിടെ ഭൗതികമായി നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, മറിച്ച് ഭൗതികേതരമായ ഒരു പ്രതിഫലമാണ് അവിടെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് സ്വാർത്ഥമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് മനുഷ്യൻ എങ്ങനെയാണ്, മനുഷ്യന്റെ പ്രകൃതി എന്താണെന്ന് അറിയാതിരിക്കണം. അതേപോലെ തന്നെ ഈ പ്രതിഫലം എന്നുള്ളതിൻ്റെ ഒരു ഭൗതികേതരം എന്നുള്ളതിൻ്റെ വ്യത്യാസം മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു ചിന്താഗതി ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ ചുരുക്കി പറയാനുള്ളത്. അതിലേക്ക് ചേർത്ത് പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ, സാധാരണ ഇവർ പറയാറുണ്ട്, നിങ്ങൾ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാ കാര്യം ചെയ്യുക. അപ്പം നിങ്ങൾ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഞങ്ങൾ സ്വർഗം ആഗ്രഹിക്കാതെ ചെയ്യുന്നു. അപ്പം നിങ്ങളെക്കാൾ ഞങ്ങളല്ലേ നല്ലവർ എന്നാണ് അവരുടെ ചോദ്യത്തിൻ്റെ മർമ്മം. ഇവിടെ ബാസിൽ വിശദീകരിച്ച പോലെ തന്നെ 2 പോയിന്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് ലക്ഷ്യമില്ലെങ്കിൽ ആ പ്രവർത്തനം എന്തിന്? ഒരാൾ വണ്ടി ഓടിക്കുകയാണ്, വണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ട്, വണ്ടി ഓടിക്കുന്ന ലക്ഷ്യം എന്താ? ആളിങ്ങനെ ഈ കോട്ടയം മങ്ങാടി അതുപോലെ പിന്നെ ഈ നാട്ടിലിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വണ്ടി ഓടിക്കുന്നത്? നേരത്തോടെ സൂചിപ്പിച്ച് വണ്ടി ഓടിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുക എന്നാണെങ്കിൽ അയാളുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു നാൽക്കാലിയെ പോലെയായിരിക്കും, ഒരു പോത്തിനെ പോലെ ആയിരിക്കും. പോത്ത് ഇവിടെ എന്താ ജീവിക്കണത്? ഒരു പോത്തായിട്ട് ഇങ്ങനെ ജീവിക്കുക. പോത്തിനൊരു ലക്ഷ്യമുണ്ടോ? അപ്പോൾ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇഖ്ലാസിൻ്റെ കുറവല്ല, അതാണ് ഇഖ്ലാസ്. അതേസമയത്ത് നാസ്തികന്മാർക്കും ലക്ഷ്യമുണ്ട്. ഇവിടുത്തെ പോപ്പുലാരിറ്റിയും അവിടുത്തെ ജനങ്ങളെ പഴപ്പിക്കുക, അതൊരു ലക്ഷ്യമാണ്. ജനങ്ങളെ വസ്വാസിലാക്കുക, ജനങ്ങളെ നന്മയും തിന്മയിലേക്ക് കൊണ്ടുപോകുക, ആ ലക്ഷ്യമാണ് അവർക്കുള്ളതെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ്. ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാസ്തികരുടെ ആ വിമർശനത്തിൻ്റെ ഒരു ശരിയല്ല. രണ്ടാമത്തെ ഒരു വിഷയം, ഇവിടെ നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഒരു ലക്ഷ്യമില്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് നന്മയും തിന്മയും വേർതിരിക്കുക? ഒരാൾ തോക്കെടുത്ത് വെടിവെച്ച് കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ വെടിവെച്ച് കൊല്ലുന്നതിൽ അയാൾക്കൊരു ആനന്ദമുണ്ട്, അയാൾക്കതിലൊരു ഒരു നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അത് തിന്മയാണ് എന്ന് ഈ ആളുകൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം മറ്റൊരാളെ വധിക്കുക എന്നുള്ളതാണ് ആൾക്ക് ആനന്ദം കിട്ടുന്നത്. അപ്പോൾ ആനന്ദം കിട്ടാൻ വേണ്ടിയൊക്കെ എന്തും ചെയ്യാം, ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാം എന്നൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ പരലോകമൊന്നും ആഗ്രഹിക്കാതെ ജീവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ നന്മയും തിന്മയും വേർതിരിക്കാനുള്ള മാനദണ്ഡം ഇവിടെ നഷ്ടപ്പെടുകയാണ്. ഇപ്പം തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് പേടി വരുമ്പോഴേ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയുള്ളൂ.
നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്, അവർക്ക് നന്മയുണ്ട് എന്ന് പറയുമ്പോഴാണ് നന്മ ചെയ്യാനുള്ള പ്രേരണ കിട്ടുകയുള്ളൂ. ഇതല്ലാതെ ഒരു നന്മ ചെയ്യാനുള്ള പ്രേരണ ഇല്ലാതിരിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുന്ന ഒരു കാര്യം ഇവിടെ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തീർത്തും ലക്ഷ്യമില്ലാതെയായിരിക്കുകയും ഒരു നാൽക്കാലിയെപ്പോലെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു ആഡിങ് വരുത്താനുള്ളത്, ഈ ലക്ഷ്യമില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു അനീതി കൂടി വരും. പലപ്പോഴും ഇവർ ചോദിക്കാന്ന് വെച്ചാൽ രക്ഷാശിക്ഷയൊന്നും ഇല്ലാതിരുന്നൂടെ, നിസ്വാർത്ഥമായി ചെയ്തുകൂടെ എന്നാണ്. അവിടെ ഒരു അനീതിയുടെ ഒരു കാര്യം കൂടി വരും. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നു, വേറൊരാൾ നന്മ ചെയ്യുന്നില്ല. ഇവിടെ രക്ഷയും ശിക്ഷയും ഇല്ലെങ്കിൽ, പ്രതിഫലവും ശിക്ഷയും ഇല്ലെങ്കിൽ നന്മ ചെയ്തവരോടുള്ള അനീതിയാണത്. കാരണം ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നു, വേറൊരാൾ നന്മ ചെയ്യുന്നുമില്ല, രണ്ടാളും ഒരുപോലെ, അവിടെ അനീതിയാണ്. ഒരാൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, ഒരാൾ തെറ്റ് ചെയ്യുന്നില്ല, രണ്ടാൾക്കും ശിക്ഷയൊന്നുമില്ല, രണ്ടും ഒരുപോലെ, അവിടെ അനീതിയാണ്. തെറ്റ് ചെയ്യാതിരിക്കുന്നവരോട് ചെയ്യുന്ന അനീതിയാണ് രക്ഷയും ശിക്ഷയും ഇല്ലെങ്കിൽ. നന്മ ചെയ്യുന്നവരോടുള്ള അനീതിയാണ് പ്രതിഫലമില്ലെങ്കിൽ. ഇവിടെ ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ച് പറഞ്ഞു, ഭൗതികേതരമായ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു, ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും നന്മയുടെ അർത്ഥത്തെക്കുറിച്ചും പറഞ്ഞു, അതേപോലെ തന്നെ നീതിയെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് ഈ പ്രതിഫലം, അതേപോലെ തന്നെ രക്ഷാശിക്ഷ എന്ന് പറഞ്ഞ സംഭവം. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒറ്റ സിമ്പിൾ ഡയലോഗാണ്, നിസ്വാർത്ഥമായ പ്രവർത്തനമല്ലേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഏതെങ്കിലും റീലുകളിലോ ഷോർട്സിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒന്ന് വിശദമായി ഇത്തരം വിഷയങ്ങൾ ആലോചിക്കാൻ കൂടി നമുക്ക് പറ്റണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. ഓക്കെ, പ്രതിഫലം ലഭിക്കുന്നതെല്ലാം ആത്മാർത്ഥതയില്ലാത്തതാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനും ആത്മാർത്ഥത ഇല്ല എന്ന് പറയേണ്ടി വരും. എല്ലാവരും ജോലി ചെയ്യുന്നതിന് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. മാത്രവുമല്ല, പൊതുവിൽ ഒരു ചാരിറ്റി വർക്ക് എടുക്കുകയാണെങ്കിൽ പരലോകം ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന ചാരിറ്റി വർക്ക് കൊണ്ട് അത് സ്വീകരിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അയാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സെൽഫി എടുത്ത് മറ്റുള്ളവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തില്ല. എന്നാൽ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ ചെയ്യുന്ന സേവനങ്ങൾ മറ്റുള്ളവർക്ക് അവരുടെ അഭിമാനത്തെ കൂടി ക്ഷതപ്പെടുത്താറുണ്ടെന്ന് കൂടി അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഒരു സംഗതി, ഇവിടെ ഇപ്പോൾ പരലോകത്ത് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഹറാമാക്കിയ പലതും അവിടെ ഹലാലായി പറയാൻ, ഇവിടെ ഹറാമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഹറാമാണ്, അത് സ്വർഗത്തിലെത്തുമ്പോൾ അത് ഹലാലാകുന്നു. ഇതെന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് ഇവർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ മദ്യം ഹറാമാണ്, എന്നാൽ സ്വർഗത്തിൽ മദ്യത്തിൻ്റെ പുഴ തന്നെ ഉണ്ട്. എന്താണ് ഇതിന് നൽകാവുന്ന മറുപടി? സാധാരണയായ ആളുകൾക്കിടയിൽ ഒരു സംശയം ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കപ്പെട്ടത്. അത് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്. ഈ ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ പിന്നെ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ദുനിയാവ് തന്നെ കൊടുത്തൂടെ, എന്തിനാണ് സ്വർഗത്തിലേക്ക് നീട്ടിവെക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഹറാമാക്കിയ ഒരു കാര്യവും അല്ലാഹു സ്വർഗത്തിൽ മനുഷ്യന്മാർക്ക് കൊടുക്കുന്നില്ല. അതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ദുനിയാവിലുണ്ട് പരലോകത്തിലുണ്ട് എന്ന് പറയുന്നതെല്ലാം കേവലം പേരുകളിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ലൈസ ഫിൽ ജന്നത്തി ഷൈഉൻ മിമ്മാ ഫിദ് ദുനിയ ഇല്ലൽ അസ്മാ. സ്വർഗത്തിലുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ദുനിയാവിൽ ആ കാര്യം ഉണ്ടാകാം, അതിൽ കേവലം പേരുകളിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുകയുള്ളൂ. പേരുകളിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കള്ളുണ്ട് എന്ന് പറഞ്ഞു, അവിടെ കള്ളുണ്ട്, അത് പേരിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഹംറല്ല പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഹംറ് എന്ന് പറയുന്നു. മാത്രവുമല്ല, ഈ ദുനിയാവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവ് ഒരു പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഇവിടെയാണ് നിയമങ്ങൾ ഉണ്ടാവുന്നത്. സ്വർഗത്തിൽ നിയമങ്ങളില്ല. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളെ വെച്ചിട്ടുള്ളത് അത് ചെയ്യുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ, അതിൽ മാറി നിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ആ പരീക്ഷണത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട് ഇസ്ലാമിൽ. വെറുതെ പരീക്ഷണം വെച്ചതല്ല. ഒരു മനുഷ്യൻ്റെ ദീനിനെയോ അതല്ലെങ്കിൽ അവൻ്റെ നഫ്സിനെയോ അവൻ്റെ ബുദ്ധിയെയോ അവൻ്റെ നസ്ലിനെയോ സമ്പത്തിനെയോ അതിൽ അവൻ്റെ കുടുംബത്തെയോ അവൻ്റെ ബുദ്ധിയെയോ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അടിസ്ഥാനപരമായിക്കൊണ്ട് അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട മതം,
അതുപോലെ തന്നെ അവൻ്റെ ശരീരം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ കുടുംബം, അവൻ്റെ ധനം. ഈ 5 കാര്യങ്ങൾ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ ഹറാമാക്കിയിട്ടുള്ളൂ. ഈ 5 കാര്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഇസ്ലാം ഹലാലാണ്. അപ്പം ഇസ്ലാമിലൊരു കാര്യം ഇവിടെ ദുനിയാവിൽ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ നേരിട്ട് ബാധിക്കുന്നതായിരിക്കും ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും, ഖുൽ ഇന്നമ ഹറമ റബ്ബി അൽ ഫവാഹിഷ, എൻ്റെ റബ്ബ് ഇവിടെ നിഷിദ്ധമാക്കിയത് തിന്മകളെയാണ്, തോന്നിവാസങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ആസ്വദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതു മിനർ റിസ്ഖ്, ഭക്ഷണത്തിൽ നിന്ന് ഏറ്റവും മുന്തിയതിനെയും അതുപോലെ തന്നെ ദുനിയാവിലുള്ള ആസ്വാദനങ്ങളെയും സീനത്തുകളെയും ആരാണ് ഇവിടെ ഹറാമാക്കിയത് എന്നുള്ളത് ചോദിക്കണം. അപ്പോൾ അള്ളാഹു ഹറാമാക്കിയത് കൃത്യമായ ലക്ഷ്യമുണ്ട്. അപ്പം മദ്യം തന്നെ എടുക്കാം, അതാണല്ലോ വിഷയം. ദുനിയാവിൽ മദ്യം ഹറാമാണ്, സ്വർഗത്തിൽ മദ്യം ഹലാലാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിലെ മദ്യം എന്ന് പറഞ്ഞാൽ അതല്ല സ്വർഗത്തിലെ മദ്യം. ദുനിയാവിലെ മദ്യത്തെക്കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, കള്ളും ചൂതാട്ടവും അതിൽ വലിയ തിന്മകളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് പാപങ്ങളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ മദ്യത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ സ്വർഗത്തിലെ മദ്യത്തെക്കുറിച്ചും സ്വർഗത്തിലെ പാനീയങ്ങളെക്കുറിച്ചും അല്ലാഹു പറഞ്ഞെന്താ? ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസഫൂൻ, അത് കുടിച്ചാൽ അവർക്ക് മത്ത് ബാധിക്കൂല, അവർക്ക് തലവേദന ഉണ്ടാകില്ല, പ്രയാസങ്ങളുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ മദ്യത്തിൻ്റെ പേര് മാത്രമേ പരലോകത്തുള്ളൂ. അത് വേറെയാണ്, അത് സംഗതി തന്നെ വേറെ. ദുനിയാവിലുള്ളൊരു മദ്യത്തിൻ്റെ ഒരു പ്രശ്നമോ പ്രയാസമോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിനോ അവൻ്റെ ബുദ്ധിക്കോ ഒന്നിനും ഒരു കേടും സംഭവിക്കാത്ത ഒരു രുചികരമായ പാനീയമായിരിക്കും സ്വർഗത്തിലെ മദ്യം. ആ മദ്യം എന്ന പേര് മാത്രമേ അവിടെ സാദൃശ്യമുണ്ടാവുകയുള്ളൂ. ഇനി മറ്റൊരു സംശയം എന്താ വെച്ചാൽ, ഇപ്പോൾ ദുനിയാവിൽ വ്യഭിചാരം ഹറാമാണല്ലോ, അവിടെ കുറേ ഹൂറിയങ്ങളുണ്ടാകും. ആ ഹൂറിയങ്ങളെ ഇഷ്ടമുള്ള രൂപത്തിൽ ആളുകൾക്ക് വേൾക്കാൻ കഴിയും, അവർ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ദുനിയാവിൽ വ്യഭിചാരം ഹറാമാണ്, എന്നാൽ പരലോകത്ത് വ്യഭിചാരം എത്രയും പെണ്ണുങ്ങളെ വേണമെങ്കിൽ ഭോഗിക്കാം, ഹൂറിയങ്ങളുണ്ടല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ധാരണയാണ്. സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണയാക്കി കൊടുക്കുകയാണ് ഹൂറിയങ്ങളെ. ആ ഹൂറിയങ്ങൾ അല്ലാഹു ഇണയാക്കി കൊടുക്കുമ്പോഴാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ കാണാൻ കഴിയും, കദാലിക വസവ്വജ്നാഹും ബിഹൂറിൻ ഐൻ, ഹൂറിയങ്ങളെ നാം അവർക്ക് ഇണയാക്കി കൊടുക്കുകയാണ്. ദുനിയാവിലൊരു സ്ത്രീയെ എപ്രകാരമാണോ നാം ഇണയാക്കി സ്വീകരിക്കുന്നത് അതേപോലെ തന്നെയാണ് പരലോകത്തും ഹൂറിയങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇണയാക്കി തരുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ കാണുന്ന പെണ്ണുങ്ങളെ മുഴുവനും ഭോഗിക്കുക എന്ന രീതിയല്ല സ്വർഗത്തിലുള്ളത്, ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. ഇനി മാത്രമല്ല, അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സ്വർഗം, ഞാൻ പറഞ്ഞു, ദുനിയാവ് എന്ന് പറയുന്നത് പരീക്ഷണത്തിൻ്റെ ഗേഹമാണ്. ആ പരീക്ഷണാർത്ഥം ചില സംഗതികൾ അള്ളാഹു നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ഹറാമാണ്, പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചും സ്ത്രീകളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവർക്ക് പട്ടുവസ്ത്രമുണ്ട്, സ്വർണത്തിൻ്റെ ആഭരണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ഹറാമാക്കപ്പെട്ടൊരു കാര്യമാണെങ്കിൽ ദുനിയാവിൽ ഹറാമാക്കി? അതാണ് പരീക്ഷണം. അതിൻ്റെ ഹിക്മത്തുകൾ പൂർണ്ണമായി നമുക്കറിയില്ല. പക്ഷേ അള്ളാഹു പുരുഷന്മാർക്കൊരു പരീക്ഷണമായി പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കരുത്. ദുനിയാവിൽ ആരെങ്കിലും ഉപയോഗിച്ചാൽ മൻ ലബിസൽ ഹരീറ ഫി ദുനിയ ലം യൽബസുഹു ഫിൽ ആഖിറ, പരലോകത്ത് അവൻ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വർഗം കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അവൻ ത്യജിക്കുന്നുണ്ടോ എന്നൊരു പരീക്ഷണത്തും കൂടിയാണ് ഈ ദുനിയാവിലുള്ള കാര്യം. അതല്ലാതെ അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യവും അല്ലാഹു അവിടെ ഹറാമാക്കുന്നില്ല. ഇനി നോക്കൂ, ദുനിയാവിൽ ഇവിടെ നമുക്ക് സ്വർഗ്ഗരീതി ഹറാമാണ്, സ്വർഗത്തിൽ അത് അനുവദനീയമാകുന്നില്ല. ദുനിയാവിൽ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയും അവിടെയും അവർക്ക് അനുവദനീയമാണ്. ഒരു മനുഷ്യന് ഉപദ്രവമുള്ളതാണെങ്കിൽ, അവൻ്റെ ശാരീരികവും അവൻ്റെ വ്യക്തിപരമായ കാര്യം ഉപദ്രവമുള്ളതാണെങ്കിൽ, ഇനി പരീക്ഷണാർത്ഥമാണെങ്കിൽ ചില കാര്യങ്ങൾ അത് പരീക്ഷണമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് വിഷയത്തിൽ പറയാനുള്ളത്. പലപ്പോഴും ഈ വിഷയം ചില ആളുകൾക്കൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്, എന്തൊക്കെയോ മോശം കാര്യങ്ങൾ സ്വർഗത്തിൽ നടക്കുന്നല്ലോ, ഇപ്പോൾ മദ്യപാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇണകൾ എന്നൊക്കെ പറയുമ്പോൾ എന്തോ മോശം കാര്യങ്ങൾ സ്വർഗത്തിൽ നടക്കുന്നല്ലോ എന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പരിഹാസങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോളുകളോ അതിനപ്പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ പോസ് ചെയ്യുക, എന്നിട്ട് സ്വയം ആലോചിച്ച് നോക്കുക എന്താ സംഭവം.
എന്തുകൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ മോശമായി, ഇപ്പം മതത്തിൻ്റെ നിയമങ്ങളും ഹറാമും ഹലാലൊക്കെ മാറ്റി വെക്കുക, അല്ലാതെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് നമുക്ക് ചിലത് മോശമായിട്ട് തോന്നുന്നത്. ഇപ്പം ഈ മതമില്ലാതെ ശരിതെറ്റുകൾ വിശദീകരിക്കാൻ ശ്രമിക്കും പോലും പല ആൾക്കാരും പറയാം നമ്മളൊരു കാര്യം ചെയ്ത് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് തെറ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് വെച്ച് മാത്രം ആലോചിച്ച് നോക്കുക, മതത്തിൻ്റെ നിയമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. സ്വർഗത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ബാഡ് കോൺസിക്വൻസ് ഉണ്ടോ? അവിടെ എന്തെങ്കിലും മോശം കാര്യം നടക്കുമോ? ഇല്ല. ഇപ്പം മദ്യപാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇടങ്ങേറ് എന്താ? മദ്യപാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കള്ളു കുടിച്ച് പിന്നെ എല്ലാ ബോധവും നഷ്ടപ്പെട്ട് പിന്നെ ഭാര്യയെ പ്രയാസപ്പെടുത്തുന്ന ഒരാളെ മുഖാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതൊരു പ്രശ്നമാണ്, അതുകൊണ്ടാണത് തെറ്റ്. എന്നാൽ ആ കുഴപ്പങ്ങളൊന്നും സ്വർഗത്തിലില്ല. അതാണ് ആ പേര് കൊണ്ട് മാത്രമാണ് സാമ്യം എന്ന് പറഞ്ഞത്. ആ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു പ്രവൃത്തി, അതായത് ഒരു പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തി കൊണ്ട് കോൺസിക്വൻസസ് ഒന്നുമില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ എന്താണ് ഇവർ ഈ പറയുന്ന വിമർശനങ്ങളുടെ അടിസ്ഥാനം എന്നാലോചിച്ച് നോക്കാം. അതുപോലെ തന്നെയാണ് ഇണകൾ. സ്വർഗത്തിൽ ഇണകളുണ്ട്. സോ വാട്ട്? എന്താണ് പ്രശ്നം? ഈ ആളുകൾ എന്താ പറയുന്നത്? ഇണകളില്ലാത്ത സ്വർഗമാണെന്നാണോ? ഇണകളില്ലാത്ത സ്വർഗമാണെന്നാണോ? അല്ലെങ്കിൽ അവരെ ബ്രഹ്മചര്യമാണെന്നാണോ? എന്താ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വിമർശിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇവർ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ആസ്വാദനങ്ങളുടെ ലോകം. ആസ്വാദനങ്ങളുടെ ലോകമാകുമ്പം മനുഷ്യന് ആസ്വാദനമായിട്ടുള്ള എല്ലാം അവിടെ ഉണ്ടാവും. എന്നാൽ ആ ലോകത്താകട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും പാടില്ല. പ്രശ്നമുണ്ടോ? ഇല്ല. ആസ്വാദനങ്ങൾ വേണ്ടേ? വേണം. അപ്പോൾ ഇണകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹാലളകുന്ന ആൾക്കാർക്ക് ബ്രഹ്മചര്യമാണെന്നാണോ? സ്വർഗത്തിൽ ബ്രഹ്മചര്യം അതാണോ? ഒന്നുമില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇവരുടെ രൂപത്തിലാണ് കാര്യങ്ങൾ എടുക്കുക, ഇവരുടേതായ നിലവാരത്തിലാണ് എല്ലാം എടുക്കുക. ഈ ഇണകൾ എന്ന് പറയുമ്പം ഈ നിരീശ്വരവാദികൾക്കോ അല്ലെങ്കിൽ മതമില്ലാത്ത ആൾക്കാർക്കോ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഒരു കുത്തഴിഞ്ഞ ലൈംഗികതയാണ് അവർക്ക് മുന്നോട്ടൊക്കെ ഉള്ളത്. ഇവർ വിചാരിക്കുന്നത് ഇതുപോലെയാണ് സ്വർഗത്തിൽ നിന്നാണ്. ഇവർ ഈ ലോകത്ത് വിചാരിക്കുന്നത് പോലെയുള്ള ഒരു കുത്തഴിഞ്ഞ ലൈംഗികതയൊക്കെയാണ് സ്വർഗത്തിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ രൂപത്തിലുള്ള സംസാരം നടത്തുന്നത്. ഏതുവരെ ചോദിച്ചാൽ ഞാൻ എൻ്റെ മുമ്പിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റും അത്തരത്തിലുള്ള ഒരു പരിഹാസവും വന്നു. എന്താ വെച്ചാൽ സ്വർഗത്തിൽ ചെറിയ കുട്ടികളെ ഭോഗിക്കാന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാനാകെ ഞെട്ടിപ്പോയി. ഇതെന്താ ചെറിയ കുട്ടികളെ ഭോഗിക്കാന്ന് സ്വർഗത്തിലോ? അപ്പം എന്താ സംഭവം? ഒരു ആയത്ത് കൊണ്ടുവരാൻ. ആ ആയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂറത്ത് ഇൻസാനിലുള്ള നമ്മളെല്ലാവരും ഓതുന്ന സ്ഥിരമായി ഓതുന്ന ഒരു ആയത്തായിരിക്കും. വയതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅലുഅൻ മൻസൂറ. ഈ ആയത്ത് ചിലപ്പോൾ നമ്മൾ മിക്കവാറും ഓതിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ആയത്താണ്. അനശ്വര ജീവിതം നൽകപ്പെട്ട ചില കുട്ടികൾ അവർക്കിടയിൽ ചുറ്റി നടന്നുകൊണ്ടിരിക്കും, നീ അവരെ കണ്ടാൽ വിതറിയ മുത്തുകളാണെന്ന് വിചാരിക്കും. ഈ ആയത്ത് നമ്മളൊക്കെ ഓതിയിട്ടില്ലേ? ഈ ആയത്ത് ഓതിയപ്പോൾ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. വിശ്വാസികൾ, ഈ നാസ്തികരുടെ ഈ ഫിത്തനൊക്കെ മാറ്റി വെച്ചിട്ട് വിശ്വാസികളായ നമ്മൾ ഈ ആയത്ത് ഓതുമ്പോൾ എന്താ നമ്മളെ മനസ്സിൽ വരുന്നത്? സ്വർഗം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന കൺകുളിർമയുള്ള വിതറിയ മുത്തുകൾ അല്ലേ, ലുഅലുഅൻ മൻസൂറ എന്നുള്ള ആ ഖുർആന്റെ പദപ്രയോഗമൊക്കെ കൺകുളിർമയോടുകൂടി. നമ്മുടെ ഒരു വീട്ടിൽ കുറേ കുട്ടികൾ ഇങ്ങനെ ഒരു തറവാട്ടിലൊക്കെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാകുമ്പോൾ കുറേ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടാവും അല്ലേ? നമുക്കത് രസമാണ് അല്ലേ? ഒരു കൺകുളിർമയാണ്. അങ്ങനെയല്ലേ ഒരാൾ മനസ്സിലാക്കുക? നമ്മൾ ഈ ആയത്ത് ഓതിയപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു ലോകം. ഈ ചങ്ങായിമാർ മനസ്സിലാക്കിയത് ചെറിയ കുട്ടികൾ ഓടിക്കളിക്കുന്നത് മറ്റേ പരിപാടിക്കാണെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ ഇവരുടെ മനസ്സിലുള്ള ചിന്തയിലാണ് ഇവർ പലതും വായിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്വർഗത്തിൽ ഇണകളുണ്ട്, സ്വർഗത്തിൽ കുട്ടികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ വേറെ ടൈപ്പാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ചിന്തയുടെ പ്രശ്നം കൂടിയാണെന്നുള്ളത് കൂടി അതിലെന്ത് ചെയ്യണം? ചേർത്ത് വായിക്കണം. ഓക്കെ, ഇവരുടെ മഞ്ഞക്കണ്ണട മാറ്റി വെച്ച് ഇതൊക്കെ വായിച്ചാൽ യാതൊരുവിധ പ്രശ്നമില്ല. അവിടെ സ്ത്രീകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഏതെങ്കിലും ഒരു രാജ്യത്ത് സെക്സ് ടൂറിസം ഒക്കെ ഉള്ള നാട്ടിലെ കുത്തഴിഞ്ഞ ജീവിതം പോലെയാണ് അവർ കാണുന്നത്. അവരെങ്ങനെയാണ് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരലോകത്ത് സ്വർഗത്തിൽ മദ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും പബ്ബുകളിലോ ക്ലബ്ബുകളിലോ ലഹരി ഉപയോഗിച്ച് അടിയുണ്ടാക്കുന്ന ഒരു ലോകമാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ കാണുന്ന, നിങ്ങൾ വീക്ഷിക്കുന്ന നിങ്ങളുടെ കണ്ണട, മഞ്ഞക്കണ്ണട മാറ്റിവെച്ച് സ്വർഗത്തെ ഇസ്ലാം പറയുന്ന ഒരു പരിപ്രേക്ഷ്യത്തിൽ കണ്ടാൽ അത് മനോഹരമായ ആസ്വാദനത്തിൻ്റെ ഒരു ലോകമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്നൊരു ക്ലിപ്പ് ഇവിടെ കേൾപ്പിക്കൽ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേൾപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുമില്ല, എന്താണ് അവിടെ? അമ്മ ഇവിടെ പലരും പറയുന്നുണ്ട് അവിടെ സ്വർഗമുണ്ടും നഗരമുണ്ടും എന്നൊക്കെ. അങ്ങനെ വല്ലതും ഉണ്ടാ? ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിൻ്റെ പുഴ, ഒന്ന് പാലിൻ്റെ പുഴ,
ഒന്ന് മദ്യത്തിൻ്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകി വന്നത്. അതൊക്കെ നമ്മൾ ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോൾ അല്ലേ അതിൻ്റെ സൗന്ദര്യമുള്ളൂ, അല്ല പുഴയെ കൂടി പാലൊഴുകി വന്നി. ഓക്കെ, മാലിക് സലഫി. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ ഇതിനൊക്കെ പറയാ, അയാൾ പറയുന്ന ഒരു പുഴയുടെ ഒരു പാലിൻ്റെ പുഴ ഒഴുകുന്ന എന്തൊരു വൃത്തികേടായിരിക്കും. അയാൾ പുഴ എന്ന് കണ്ടിട്ട് നമ്മുടെ നാട്ടിലല്ല പുഴയായിരിക്കും, സ്വന്തം നാട്ടിലൂടെ തൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒഴുകുന്ന വൃത്തികെട്ട പുഴയായിരിക്കും ഇയാൾ പുഴ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ, ആ വിഭവങ്ങൾ ഇപ്പോൾ സ്വർഗത്തിൽ ഒരുപാട് പഴങ്ങളുണ്ട്. ആ പഴങ്ങളൊക്കെ ഒന്ന് തിന്നു തീർക്കാൻ മനുഷ്യന് കഴിയില്ല. സ്വർഗത്തിൽ എല്ലാ വിഭവങ്ങളും പൂർണ്ണമായി ആസ്വദിച്ച് തീർക്കാൻ മനുഷ്യന് കഴിയില്ല. പിന്നെ എന്തിനാണ് ഈ പുഴകൾ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഖുറത്തു അയ്ൻ, മനുഷ്യൻ്റെ കൺകുളിർമ എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിലുള്ള പുഴയിലെ മുഴുവൻ പാലും കുടിച്ചു തീർക്കുക എന്നത് ആ സ്വർഗത്തിലെ വിശ്വാസികളുടെ ലക്ഷ്യമല്ല. അതല്ലെങ്കിൽ സ്വർഗത്തിലൂടെ ഒഴുകുന്ന ആ ഒരു തേനുകൾ മുഴുവനും കുടിച്ചു തീർത്ത് വയറ് വീർപ്പിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അത് കാണുമ്പോൾ ഒരു കൺകുളിർമയുണ്ട്. അത് ശരിക്ക് കുറച്ചൊക്കെ സൗന്ദര്യബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഈ സ്വർഗം നരകമൊക്കെ പറഞ്ഞ് ഈ വൃത്തികേടുകളൊക്കെ തലയിൽ കയറ്റിച്ച ആളുകൾക്ക് അതൊന്നും തിരിയില്ല. ഇപ്പോൾ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ സ്വർഗത്തിൻ്റെ ഒരു പാലിൻ്റെ പുഴയുണ്ട്, നല്ല തെളിമയുള്ള വെള്ളത്തിൻ്റെ പുഴകളുണ്ട്, മദ്യത്തിൻ്റെ പുഴകളുണ്ട്, അതുപോലെ തന്നെ നല്ല തേനിൻ്റെ പുഴകളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യനൊക്കെ കൺകുളിർമുണ്ട്. മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ഫിത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഒരു കടൽ തീരത്തേക്ക് പോകുന്നു. ആ കടൽ തീരത്തേക്ക് മനുഷ്യന്മാർ പോകുന്നത് എന്തിനാ? കടത്തെ വെള്ളം കുടിക്കാനാണോ? കടലെ വെള്ളം ആരെങ്കിലും കുടിക്കലുണ്ടോ? ഒരു വെള്ളം കാണുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ആശ്വാസമുണ്ട്. ഇപ്പോൾ ചില ആളുകളൊക്കെ ഈ പുഴയുടെ പക്കത്ത് വീടെടുക്കും, അതല്ലെങ്കിൽ കടലിലെ ബീച്ചിൻ്റെ അടുത്ത് വീടെടുക്കും. എന്തിനാ? വെള്ളം കാണുമ്പോൾ മനുഷ്യനൊരു മാനസികമായ ഒരു സംതൃപ്തി ഉണ്ട്. അതുപോലെ തന്നെ ഒരു വെള്ളം കുടിച്ചാൽ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട്. അത് ശരീരത്തിൽ ഒഴിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ഉണ്ട്. അപ്പോൾ ഒരു വെള്ളം എന്ന് പറയുന്നത് ഒരു കുടിക്കാൻ മാത്രമുള്ളതല്ല. ഒരു പാലെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കുടിച്ചുകൊണ്ടുള്ള ആസ്വാദം, അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. ഈ രൂപത്തിലാണ് പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ഒരു സ്വബോധത്തെ പോലും, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഫിത്രത്തിനെ പോലും, സൗന്ദര്യബോധത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ആളുകൾ സ്വർഗത്തൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു കാര്യം. ഇവര് ആരെങ്കിലും വെള്ളച്ചാട്ടം കാണാനൊക്കെ പോവുകയാണെങ്കിൽ ഇവർ പറയാ, വെള്ളം എന്ന് പറഞ്ഞാൽ കുടിക്കാനല്ല, ഗ്ലാസ് കുടിച്ചാൽ പോരെ, എന്തിനാ ഇങ്ങനെ ഇതിങ്ങനെ താഴോട്ട് വരുന്നത് കാണാൻ പോകുന്നുണ്ട്, എന്താ ആവശ്യമെന്നായിരിക്കും ഇവർ ചോദിക്കുക. അപ്പം വെള്ളച്ചാട്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബീച്ചിൽ പോകുന്നതിലൊന്നും കാര്യമില്ല, കടലിൽ ഇങ്ങനെ കുറേ വെള്ളം, അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് വേണ്ട വെള്ളം നമ്മൾ ഗ്ലാസ്സിൽ കുടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന എത്രത്തോളം ബാലിശമാണ്. അതുപോലെയാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. അവിടെ ആ കൺകുളിർമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എയ്സ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ ഇവർ മനസ്സിലാക്കുന്നത് വെച്ചാൽ അനന്തമായ ലോകം എന്ന് ചില ആൾക്കാരൊക്കെ പറയുന്ന, ഇതിനോട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നത്, അനന്തമായ ലോകം എന്ന് പറഞ്ഞാൽ അതൊരു ബോറൻ പരിപാടിയല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇവർ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ ലോകത്ത് ശരിയാണ്, നമുക്ക് ചില കാര്യങ്ങൾ ആസ്വദിച്ച് കുറച്ച് കഴിയുമ്പം അതിനോടൊരു മടുപ്പ് തോന്നുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗം എന്ന് പറഞ്ഞാൽ വേറെ ലോകമാണ്, നമ്മുടെ മരണത്തിന് ശേഷമുള്ള ലോകമാണ്. നമ്മൾ ഇവിടുത്തെ ഓരോ ബയോളജി, ഇവിടുത്തെ ഡോപ്പമിനും ഇവിടുത്തെ ഓക്സിറ്റോസിനൊക്കെ തന്നെയാണ് അവിടെയും എന്ന രൂപത്തിൽ, അതായത് നമ്മൾ ചില കാര്യങ്ങൾ ആസ്വദിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കുക, ഇങ്ങനെയുള്ള അതേ സെറ്റിങ്ങിൽ തന്നെയാണ് സ്വർഗവും എന്നൊക്കെ മനസ്സിലാക്കുന്ന രൂപത്തിൽ, അതായത് ഒരു വേറെ ലോകത്തെക്കുറിച്ച് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്തത് എന്നും പടച്ചവൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് കമൻറ്റ് പറയാം, എന്നിട്ട് അത് വലിയൊരു ഭൗതികമായ ട്രോളാണെന്ന് വിചാരിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ചൊരു അല്പത്തരം നിറഞ്ഞൊരു കാര്യം കൂടിയാണെന്നുള്ളതാണ് അതിൽ പറയാൻ. അല്ലേ, ഈ ബോറടിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ചേർക്കണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വിമർശകരൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പഠിക്കാറില്ല. ഇസ്ലാമിൻ്റെ ഒരു പ്രമാണവും ഈ ആളുകൾക്കൊന്നും അറിയില്ല. എവിടെങ്കിലും എന്തെങ്കിലും ചില വാല് കടിച്ചിട്ടാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൽ കാണാം, ഇപ്പോൾ സ്വർഗത്തിലെ വെള്ളിയാഴ്ചകളെ പറ്റി പറയുന്നുണ്ട്. പ്രവാചകൻ്റെ ഹദീസിൽ കാണാം, ഒരു വെള്ളിയാഴ്ച ആ സ്വർഗത്തിലെ ഒരു ഭർത്താവ് ഒരങ്ങാടിയിലേക്ക് പോകുന്നു. അയാൾ തിരിച്ചു വരുമ്പോൾ ഭാര്യ പറയുന്നു, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറയുന്നു, നിൻ്റെയും സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. ഈ ഹദീസ് വിശദീകരണം പണ്ഡിതന്മാർ പറയണം, ഓരോ ആഴ്ചയിലും സ്വർഗത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, സ്വർഗത്തിലെ മനുഷ്യന്മാരുടെ സൗന്ദര്യത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഈ മടുപ്പ് വരിക എന്നുള്ളത് ഈ ആളുകൾക്ക് ഒരു വിവരക്കൂട് കൊണ്ട് പറയാം, സ്വർഗത്തിൽ ഒരിക്കലും മടുപ്പ് വരില്ല. കാലങ്ങളോളം
യുഗങ്ങളോളം താമസിച്ചാലും ഒരു മനുഷ്യന് മടുപ്പ് വരാത്ത രീതിയിൽ മനുഷ്യൻ്റെ മനഃശാസ്ത്രമറിയുന്ന മനുഷ്യനെ പടച്ചവൻ തന്നെയാണ് സ്വർഗത്തെയും പടച്ചത് എന്ന് പ്രാഥമികമായ ബുദ്ധി ഈ ആളുകൾക്ക് ഉണ്ടായാൽ മതി. പാല് കുപ്പിയിൽ കിട്ടിയാലല്ലേ ടേസ്റ്റ് ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇയാൾ വിചാരിച്ചത് മൂപ്പര നാട്ടിൽ കൂടെ ഓടുന്ന പെരിയാർ പാലായാൽ ചിന്തിച്ചിട്ടുണ്ടാവും. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും ഭാവനയിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത പാലിൻ്റെ പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ചിത്രം വരുന്നുണ്ടെങ്കിൽ അതല്ല, അത് തീർത്തും വ്യത്യസ്തമാണ്. അതിന് അതിൻ്റേതായ മനോഹാരിതയുണ്ട്, ഭംഗിയുണ്ട്, രുചിയുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ക്വിസ് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ വിജയികളുടെ പേരുകൾ നേരത്തെ സ്ക്രീനിൽ കാണിച്ചിരുന്നു. വിജയികൾ ആ കൗണ്ടറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് സമ്മാന കൂപ്പൺ ലഭിക്കും എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. മാലിക് സലഫി, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവർ സാധാരണ പറയാറുള്ളത്, ഹൂറുലയങ്ങളെക്കുറിച്ച് ഖുർആൻ ആയത്തുകൾ ധാരാളമായി പറയുന്നു. അഥവാ പുരുഷന്മാർക്ക് അവിടെ ഹൂറുലീങ്ങളുണ്ട്, ഹൂറികളുണ്ട്, പക്ഷെ സ്ത്രീകൾക്കൊരു ഹൂറി അവിടെ ഇല്ലല്ലോ, അതൊരനീതിയല്ലേ, അതെന്താണ് അങ്ങനെ സ്വർഗം എന്ന് പലതരത്തിലുള്ള പരിഹാസം ഉപയോഗിച്ച് പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഈ ആരിഫിൻ്റെ പോസ്റ്റ് കണ്ടല്ലോ, അതിലിപ്പോൾ ആ ഒരു വിഷയം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും കട്ടുമുറിച്ചും അതുപോലെ തന്നെ തെറ്റായി വ്യാഖ്യാനിച്ചും മനസ്സിലാക്കുന്നതുകൊണ്ട് കുഴപ്പമാണ്. സ്വർഗത്തെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉഇദ്ദത്തുൽ മുത്തഖീൻ. സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ ആൺ പെൺ വ്യത്യാസത്തിലല്ല സ്വർഗം നേടുന്നത്. മുത്തഖീങ്ങൾക്കായ ആളുകൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് സ്വർഗം. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ സ്വർഗം നേടാനുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫൗലൈക യദ്ഖുലുൽ ജന്ന വലാ യുദ്ലമൂന നഖീറ. സൂറത്തുൻ നിസായിലെ 124-ാമത്തെ ആയത്ത്. ഒരു മനുഷ്യൻ, അവൻ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും, അവൻ സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആ സ്വർഗത്തിൽ വലാ യുദ്ലമൂന നഖീറ, ഒരു കടുകുമണിയുടെ ഒരു ചെറിയ അംശം പോലും അവർക്കവിടെ ദുൽമുണ്ടാവില്ല. ഇപ്പം ആണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൂറികളുണ്ട്, പെണ്ണുങ്ങൾക്ക് അവർക്ക് ഹൂറികളുണ്ടോ എന്നൊരു സംശയം പോലും സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചുണ്ടാകില്ല. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാൻ, മൻ അമല സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബൻ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഇവിടെ ഒന്നും ആണും പെണ്ണൊരു വ്യത്യാസമില്ല. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവർക്ക് ഏറ്റവും മുന്തിയ രൂപത്തിലുള്ള പ്രതിഫലമാണ് ഉണ്ടാവുക. ഈ ഒരു സംശയം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകൾ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിലുമുള്ള ചില കപടവിശ്വാസികളായ ആളുകൾ ഈ ഇതുപോലുള്ള ചില സംശയങ്ങൾ സഹാബത്തിനിടയിലും സഹാബത്തിൻ്റെ വനിതകൾക്കിടയിലുമൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ ഖുർആനിൽ ആണുങ്ങളെ പറ്റി മാത്രമല്ലേ പറയുന്നുള്ളൂ, പെണ്ണുങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഉമ്മ അമ്മാറ അൽ അൻസാരിയ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, നബി ഇങ്ങനെ സംസാരമുണ്ട്, എന്താ സംസാരം? സ്വർഗത്തിൽ ആണുങ്ങളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, പെണ്ണുങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഫഖാലത്ത് മാ അറ കുല്ല ഷൈഇൻ ഇല്ല റിജാൽ, ഒക്കെ ആണുങ്ങൾക്കാണല്ലോ. ഒമാ അറ നിസാ യദ്കുർന ബിഷൈഇൻ, പെണ്ണുങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്. എന്തായത്ത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സൂറത്തുൽ അഹ്സാബിൽ 35-ാമത്തെ ആയത്താണ്. അവിടെ ആൺ പെണ്ണ് വ്യത്യാസമില്ല. അത് വിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും, അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, സദഖ കൊടുക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, അവിടെ ഒരു വ്യത്യാസവുമില്ല. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. പിന്നെ ഉള്ള സംശയം എന്താ വെച്ചാൽ, ആണുങ്ങൾക്ക് ഹൂർലിങ്ങളുണ്ട്, പെണ്ണുങ്ങൾക്ക് എന്താ ഉള്ളത്? അതാണ് പ്രവാചകൻ പറഞ്ഞത്, വലൈസ ഫിൽ ജന്നത്തി അഅസബ്, ഇണയില്ലാത്ത, ആണിന് പെണ്ണ്, പെണ്ണിന് ആണ്, ഇണയില്ലാത്ത ഒരാളും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. അപ്പം ആണിന് പെണ്ണ് ഇണയുണ്ടെങ്കിൽ പെണ്ണിന് ആണ് ഇണയുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഹൂർലിങ്ങളെ സംബന്ധിച്ചും അവരുടെ സൗന്ദര്യങ്ങളെക്കുറിച്ചും അള്ളാഹു ഖുർആനിലും പ്രവാചകൻ്റെ ഹദീസുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ വിഷയം എന്താ വെച്ചാൽ, സ്വർഗത്തിലെ ഹൂർലിങ്ങളല്ല കൂടുതൽ സൗന്ദര്യമുണ്ടാവുക. ഈ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിയ പുരുഷന്മാരും സ്ത്രീകളുമാണ് അവിടുത്തെ ഹൂർലിങ്ങളെക്കാൾ
30 ഇരട്ടി സൗന്ദര്യമെന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ അള്ളാഹു സ്വർഗത്തിന് വേണ്ടി പടച്ചിട്ട് ഹൂറിങ്ങളുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി പടച്ച ഹൂറിങ്ങളുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി പടച്ച സ്ത്രീകളെക്കാൾ ദുനിയാവിൽ നിന്ന് നന്മ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങൾ കഴിഞ്ഞ് സ്വർഗത്തിലെ സ്ത്രീകൾക്കാണ് ഹൂർലീങ്ങളെക്കാൾ 30 ഇരട്ടി ഭംഗി ഉണ്ടാവുക. ഇതേപോലെ തന്നെയാണ് സ്വർഗത്തിലേക്കെത്തിയ പുരുഷന്മാർ. ആ സ്വർഗത്തിലേക്കെത്തിയ പുരുഷന്മാർക്കാണ് പിന്നെ ആ പുരുഷന്മാർക്ക് 30 ഇരട്ടി ഈ ദുനിയാവിലെ സൗന്ദര്യങ്ങൾക്ക് ഭാവനകൾക്ക് അപ്പുറമുള്ള സൗന്ദര്യമായിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ ദുനിയാവിൽ ഇണകളുള്ള ആളുകൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അൽ ഹഖ്നഹും ബിദുരിയത്തും അസ്വാജും. അവിടെ ഇണകളിലേക്ക് അവർ ചേർത്തി കൊടുക്കും. കാരണം ആ ഇണയെ കിട്ടാനായിരിക്കും ഒരു വിശ്വാസി ആഗ്രഹിക്കുക. കാരണം എന്താ? തൻ്റെ ദുനിയാവിൽ തൻ്റെ കൂടെ ജീവിച്ച ആ ഇണക്കായിരിക്കും സ്വർഗത്തിന് വേണ്ടി പടക്കപ്പെട്ട ഹൂർലീങ്ങളെക്കാൾ സൗന്ദര്യമുണ്ടാവുക. മാത്രമല്ല അവർക്കിടയിൽ ഒരു വൈകാരിക ബന്ധം കൂടിയുണ്ട്. ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു ഭർത്താവില്ലാതെ മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് ഇണയുണ്ടാകും, പുരുഷന്മാരിൽ ഇണയുണ്ടാകും. അതോടെ ആസബായ ആളുകൾ അവിടെ ഉണ്ടാവുകയില്ലെന്ന് പ്രത്യേകമായിക്കൊണ്ട് പ്രവാചകൻ വിശദീകരിച്ചു. മാത്രമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വലക്കും ഫിഹ മാ തസ്തഹി അംഫുസക്കും, നിങ്ങൾ എന്താണോ അവിടെ ആഗ്രഹിക്കുന്നത് അതാണ് സ്വർഗം. അവിടെ ഇണയാണെങ്കിൽ ഇണയുണ്ടാകും, അതുപോലെ തന്നെ തുണയാണെങ്കിൽ തുണയുണ്ടാകും. പക്ഷെ അള്ളാഹു ആഗ്രഹിച്ച രൂപത്തിൽ സംഭവിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇണയില്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കുകയോ ഉണ്ടാകുന്നൊരവസ്ഥ ഒരിക്കലും സ്വർഗത്തിൽ ഉണ്ടാകൂല. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഹൗറികളുണ്ടോ? ഉണ്ട്. സ്ത്രീകൾക്ക് ഇണകളുണ്ടോ? അതും ഉണ്ട്. സ്ത്രീകൾക്ക് ഇണകളുണ്ട് എന്ന് ഖുർആനിലുണ്ടോ? ഉണ്ട്. സ്ത്രീകൾക്ക് ഇണകളുണ്ട് എന്ന് ഹദീസിലുണ്ടോ? ഒരാളും ഇണയില്ലാത്തവരായിട്ട് ഇല്ല എന്ന് വളരെ കൃത്യമായി ഹദീസിലുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരത് വിമർശിക്കുന്നത്? ഇതൊക്കെ പഠിച്ചിട്ട് വിമർശിക്കാണോ? വിമർശിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു വെച്ചത് തൊണ്ട തൊടാതെ വിഴുങ്ങി അതങ്ങനെ ഛർദ്ദിക്കുന്നു. ഇതിൻ്റെ അപ്പുറം നോക്കുകയോ അതിലൊരു അല്പം പോലും നീതി പാലിക്കുകയോ ചെയ്യാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പൊതുവിൽ ഈ സമൂഹത്തിൽ ധാരാളം നന്മ ചെയ്ത് ജീവിച്ച എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതെ മരിച്ചുപോയ കുറേ മനുഷ്യന്മാരുണ്ട്. അവർ നാട്ടിൽ ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിച്ച ആളുകളാണ്. പക്ഷെ അവർക്ക് സ്വർഗം ലഭിക്കുന്നില്ല. ഇതൊരു ഭാഗത്തെ പ്രശ്നം. കേരളത്തിലൊക്കെ വിവാദമായ പരാമർശങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അയാളും ഇയാളും സ്വർഗത്തിലില്ലെങ്കിൽ എനിക്കത് വേണ്ടെന്നൊക്കെ പറഞ്ഞ വിവാദങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ഒരാൾ കുറേ തിന്മ ചെയ്ത് ജീവിച്ചു, കുറേ കഴിഞ്ഞ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു. അപ്പോൾ അയാൾക്ക് സ്വർഗമുണ്ട്, അയാൾ നരകത്ത് പോകുന്നില്ല. ഒരുപക്ഷെ ആ തിന്മ ചെയ്ത കാലത്ത് അയാളുടെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ആൾ പോലും നരകത്ത് പോകും. അപ്പോൾ ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്നതുകൊണ്ട് ഇയാൾ സ്വർഗത്തിൽ പോവുകയാണ്. നന്മ ചെയ്ത് ജീവിച്ച ആൾക്ക് സ്വർഗം കിട്ടുന്നില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തത് കൊണ്ട്. ഇതിൽ കുറേ ഉദാഹരണങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ട്, ഞാനത് പറയുന്നില്ല. ഇത് ശരിക്കൊരു അനീതിയല്ലേ എന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അനീതിയുടെ വിഷയം വരുന്നില്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, ഇന്ന ഇബ്നു ജദ്ആൻ കാന ഫിൽ ജാഹിലിയത്തി യസിലു റഹിമ വയുത്ഇമുൽ മിസ്കീൻ. ഈ ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന സത്യനിഷേധിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത ഒരു കാഫിറായ മനുഷ്യൻ, അയാൾ ഒരുപാട് ആളുകൾക്ക്, പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ ഇണക്കാൻ വേണ്ടി പരിശ്രമിച്ച, കുടുംബ ബന്ധങ്ങൾ ചേർത്ത ഒരു മനുഷ്യനാണ്, നന്മ ചെയ്തൊരു മനുഷ്യനാണ്. അപ്പം അയാൾക്ക് നബിയെ ഈ നന്മകളൊക്കെ ഉപകാരം ചെയ്യുമോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചില ആളുകൾ സാധാരണ ഇന്ന് ചോദിക്കുന്ന പോലെ, ഇന്നയാൾ സ്വർഗത്ത് പോലെ, ഇന്നയാൾ നരകത്ത് പോലെ, ഇന്നയാൾ ഒക്കെ പോകുമെന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ വെച്ചാൽ, ലാ യൻഫഉഹു, അത് പരലോകത്തവന് ഉപകാരം ചെയ്യുകയില്ല. കാരണം എന്തുകൊണ്ട്? ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി അഗ്ഫിർലി ഖതിയതി യൗമദ്ദീൻ. പടച്ചോനെ, എനിക്ക് പരലോകം ഉണ്ടല്ലോ, ആ പരലോകത്തിൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടണം, ഈ നന്മകളൊക്കെ ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടിയാണ് എന്ന് അയാൾ ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത് അവർക്ക് ഈ സ്വർഗം ലക്ഷ്യമല്ല.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇപ്പോൾ നമ്മൾ ഇന്ന ആൾ സ്വർഗത്ത് പോകുമോ ഇന്ന ആൾ നരകത്ത് പോകുമെന്ന് ചോദിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടല്ല അവർ ഈ നന്മയൊന്നും ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയും അവരത് ചെയ്യുകയും എന്നിട്ട് പടച്ചവൻ സ്വർഗം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴല്ലേ അനീതി വരുന്നുള്ളൂ. മാത്രവുമല്ല അവരത് ആഗ്രഹിക്കുന്നേയില്ല. വിശുദ്ധ ഖുർആനിൽ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പരലോക വിശ്വാസവും തൗഹീദുമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ. കാരണം ആ വിശ്വാസമുള്ളവനെ അത് കിട്ടണമെന്ന ആഗ്രഹത്തിൽ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം കപട വിശ്വാസികൾ, മുനാഫിക്കീങ്ങൾ. ആ മുനാഫിക്കീങ്ങൾ ചില സദഖക്ക് റസൂലുള്ളാഹിന്റെ കാലത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹ് പറയുന്നു, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാത്തും ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വബിറസൂലിഹി. എന്തുകൊണ്ടാണ് അവരുടെ നന്മകൾ സ്വീകരിക്കപ്പെടാത്തത്? അവർ അള്ളാഹുവിനെയും പ്രവാചകനെയും കളവാക്കിയവരാണ്. എന്നാലും സംശയം ഉണ്ടാവില്ലേ? ചില ആളുകൾ ഇപ്പോൾ നമ്മുടെ മുസ്ലിമീങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് നന്മകൾ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ആ നന്മകൾ പാഴായി പോകുമോ? ഒരിക്കലുമില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, പ്രവാചകൻ പറയും, ഇന്നൽ കാഫിർ ഇദാ അമില ഹസനത്തൻ. ഒരു സത്യനിഷി, ഒരു കാഫിർ ഒരു നന്മ ചെയ്ത്, നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഒരു കാഫിർ ഒരു നന്മ ചെയ്താൽ അത്അമ ബിഹാ തുഅമത്തൻ മിന ദുനിയ, ദുനിയാവിൽ അവന് ചില വിഭവങ്ങൾ അള്ളാഹു കൊടുക്കുന്ന ആ നന്മ കൊണ്ട്, ഒന്നുകിൽ പ്രശസ്തി കൊടുക്കാം, അതിലേക്ക് വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കാം, ഒക്കെ ദുനിയാവിൽ അള്ളാഹു കൊടുക്കണം. ആ നന്മയുടെ ഫലമായിക്കൊണ്ട് ആ കാഫിറിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ചില വിഭവങ്ങൾ കൊടുക്കും. അപ്പോൾ അവൻ്റെ നന്മ പൂർണ്ണമായിക്കൊണ്ട് നിഷേധിക്കപ്പെടുന്നില്ല. ദുനിയാവിൽ ആ നന്മക്ക് പകരമായിക്കൊണ്ട് അവരുടെ നന്മ അവന് കിട്ടുന്നുണ്ട്. എന്നാൽ വഅമ്മൽ മുഅ്മിൻ, എന്നാൽ വിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ ഫഇന്നല്ലാഹ യദ്ഖിറു ലഹു ഹസനാതിഹി ഫിൽ ആഖിറ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇപ്പോൾ ദുനിയാവിൽ അല്ലാഹ് അതിന് നന്മക്ക് പ്രതിഫലം കൊടുക്കില്ല, അത് പരലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി വെക്കുകയും വയുഅഖിബഹു റിസ്ഖൻ ഫിദ് ദുനിയ അലാ തഅതിഹി, ആ നന്മയുടെ ഫലമായിക്കൊണ്ട് ഈ ദുനിയാവിൽ അല്ലാഹു അവന് ചെറിയ ആസ്വാദനങ്ങൾ കൊടുക്കുകയും അതിൻ്റെ ഇരട്ടിയായിക്കൊണ്ട് പരലോകത്ത് കൊടുക്കുകയും ചെയ്യും. എന്നാൽ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ തന്നെ അള്ളാഹു അതിൻ്റെ പ്രതിഫലം കൊടുത്തു തീർക്കും. എന്നാൽ പരലോകത്തെത്തുമ്പോൾ വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ വജഅൽനാഹു ഹബഅൻ മൻസൂറ. ഇനി ഇവിടെ വിശുദ്ധ ഖുർആൻ തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മൻ കാന യുരീദുൽ ആജില, ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ നന്മ ചെയ്യുന്നതെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദുനിയാവിൽ അവന് നാം കൊടുക്കും. അപ്പോൾ നമുക്കറിയാം, ദുനിയാവിലുള്ള ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കാം. വലിയ ആസ്വദിച്ചുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്ന ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അവരൊന്നും ഒരു പക്ഷേ വിശ്വാസികളാകൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരാകൂല. അപ്പോൾ ദുനിയാവ് അവൻ ആഗ്രഹിക്കുന്നു, അല്ലാഹു ദുനിയാവ് അവർക്ക് കൊടുക്കും. എന്നാൽ പരലോകത്ത് എന്താണ്ട് സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പരലോകത്ത് അവന് നരകമായിരിക്കും. എന്നാൽ വമൻ അറാദൽ ആഖിറ, പരലോകം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ വസഅ ലഹാ സഅയഹു വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് അതിൻ്റെ പരിശ്രമം നടത്തിയാൽ ഉലൈക കാന സഅയുഹും മഷ്കൂറ, അവൻ്റെ സഅയാണ്, അവൻ്റെ പരിശ്രമമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയും അവന് നന്മ കിട്ടുകയും ചെയ്യും. അതൊരിക്കലും അനീതിയല്ല. അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹുവിന് കൊടുക്കും. പരലോകം ആഗ്രഹിക്കുന്നവർക്ക് പരലോകം കൊടുക്കും, സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗം കൊടുക്കും. സ്വർഗം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുന്നവർക്ക് ഒരിക്കലും അത് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, ഒരാൾ ഒരു സ്കൂളിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിപ്പിക്കുന്നു. ആ സ്കൂളിൽ അയാൾ ജോയിൻ ചെയ്തിട്ടില്ല, അയാളെ ആ സ്കൂളിൽ ടീച്ചറായി ആരും നിയമിച്ചിട്ടില്ല, അത് പഠിപ്പിക്കാൻ ആരെയും അയാൾ ഏൽപ്പിച്ചിട്ടുമില്ല. പക്ഷെ രാവിലെ ഇങ്ങനെ വരെ പണിയെടുക്കണം. പിന്നെ മാസം അവസാനം ചെല്ലുമ്പോൾ അയാൾ ആ സ്കൂളിലെ മാനേജർ അല്ലെങ്കിൽ ഗവൺമെൻറ് അടുക്ക് ചെന്ന് എനിക്ക് ശമ്പളം തരുമെന്ന് പറഞ്ഞാൽ ആ മാനേജർക്ക് ശമ്പളം കൊടുക്കേണ്ട ആഗ്രഹമില്ല. കാരണം അയാൾ ഒന്ന് ഈ സ്കൂളിൽ ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ ശമ്പളം കൊടുക്കാനുള്ള ബാധ്യത അള്ളാഹു മാനേജർക്ക് ഉണ്ടാവുള്ളൂ. ഇതുപോലെ അള്ളാഹു എന്തിനാണോ അയാളെ പഠിച്ചത്, ഉമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, തൗഹീദിന് വേണ്ടിയാണ് ആളുകളെ പഠിച്ചത്. ആ തൗഹീദില്ലാതെ എന്ത് നന്മ ചെയ്തിട്ടും ആ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യം അവിടെ പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ആ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത ആളുകൾക്ക് മാത്രമേ അള്ളാഹു സ്വർഗത്തിൽ പ്രതിഫലം കൊടുക്കൂ. അതൊരിക്കലും അനീതിയല്ല. മാത്രമല്ല, ഈ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും നമുക്കൊരു വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത്, അവിടെ കൃത്യമായൊരു നീതി നടപ്പിലായില്ലെങ്കിലോ ആവില്ലേ എന്നുള്ള ഒരു ആദിയാണ് നമ്മുടെ ഒരു മനസ്സിലുള്ള ഒരു കൺസേൺ. അതാണ്. അതായത് ഇന്ന് ഏതെങ്കിലും വ്യക്തികളുടെ മുഖം നമ്മുടെ മുമ്പിലേക്ക് വരും, അവരോടെങ്ങാനും ഈ നീതിയുടെ ലോകം എന്ന് പറയുന്ന പരലോകത്ത് അനീതി ചെയ്യപ്പെടുവോ,
അവർ കുറേ നന്മ ചെയ്തു എന്നിട്ട് അതിനുള്ള ഒരു നീതി നടപ്പിലാക്കപ്പെടാതെ പോകുമോ? ഇതാണ് പലപ്പോഴും ഈ ചോദ്യം വരാനുള്ള കാരണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനുഷ്യരെന്ന നിലക്ക് നമുക്ക് നന്മ തിന്മകൾ ഒരാളുടെ മൂല്യം അളക്കാനുള്ള ഒരു അളവുകോൽ നമ്മുടെ കയ്യിലില്ല. ഉദാഹരണത്തിന് നമ്മളൊരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തി അയാൾ എത്ര നന്മ ചെയ്യുന്നു, എത്ര തിന്മ ചെയ്യുന്നു, ആ നന്മ ചെയ്യുന്നത് എത്രത്തോളം ശുദ്ധമായിട്ടാണ്, തിന്മ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊന്നും നമുക്കറിയില്ല. പുറമേ കാണുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരാൾ എത്രത്തോളം സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ, അല്ലെങ്കിൽ അയാൾ എത്രത്തോളം നല്ലവനാണ് മോശക്കാരനാണ്, ഇതൊന്നും പറയാനുള്ള അളവുകോൽ നമ്മുടെ കയ്യിലില്ല. ആ അളവുകോൽ ആരുടെ കയ്യിലേ ഉള്ളൂ? പടച്ചവൻ്റെ കയ്യിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓരോ വ്യക്തികളെ വെച്ചിട്ട് ഇയാൾ സ്വർഗത്തിൽ പോകേണ്ടവനാണ് അല്ലെങ്കിൽ ഇയാൾ നല്ലവനാണ് എന്ന് വിധിക്കാൻ നമുക്ക് നമ്മുടെ കയ്യിൽ അളവുകോലില്ല. അളവുകോലുള്ളത് ആരുടെ കയ്യിൽ മാത്രമാണ്? പടച്ചവൻ്റെ കയ്യിൽ മാത്രമാണ്. മനസ്സറിയുന്ന, മനസ്സിൻ്റെ വിചാരങ്ങൾ അറിയുന്ന, കട്ടുനോട്ടങ്ങൾ പോലും അറിയുന്ന പടച്ചോനാണ് അത് പറ്റുക. ഇനി ആ പറ്റുന്ന പടച്ചോൻ നമുക്കൊരു വാഗ്ദാനം കൂടി തന്നിട്ടുണ്ട്. അതെന്താ? ഫല യുദുലമൂന ഫതീല, ഫല യുദുലമൂന ഖലീല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പ്രയോഗങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. നിങ്ങളോട് അല്ലെങ്കിൽ മനുഷ്യരോട് ഒരു തരിമ്പ് പോലും, ഒരു അണുമണി തൂക്കം പോലും അനീതി ചെയ്യില്ല. അപ്പം രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, നമുക്ക് അളക്കാൻ പറ്റൂല, അളക്കാൻ പറ്റുന്നത് പടച്ചോനാണ്. ആ അളക്കുന്ന പടച്ചവൻ നമ്മളോട് ഒരു വാഗ്ദാനം തന്നിരിക്കുകയാണെന്ത്? ഒരു തരിമ്പ് പോലും അനീതി ചെയ്യൂല. അപ്പൊ പിന്നെ നമ്മൾ കൺസേൺ ആവണുണ്ടോ? നമുക്ക് അളക്കാൻ പറ്റൂല, അളക്കാൻ പറ്റുന്ന പടച്ചോൻ പറയാണ് ഒരാളോടും ഒരു അനീതിയും ചെയ്യൂല. ഏതുവരെയും ചോദിച്ചാൽ, ഈ പരലോകത്ത് നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ അവസാനത്തെ വാചകങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ പോലും പറയുന്ന എന്താ അറിയോ? ഞങ്ങളോട് അനീതി ചെയ്തു എന്നല്ല, ഞങ്ങളിത് അർഹിക്കുന്നില്ല എന്നല്ല. നരകത്തിൽ പോകുന്ന ആള് ഞാനിത് അർഹിക്കുന്നല്ല എന്നല്ല പറയാ. ഞങ്ങളെങ്ങനെ കേട്ടിരുന്നെങ്കിൽ, ആലോചിച്ചിരുന്നെങ്കിൽ, നന്മ ചെയ്തിരുന്നെങ്കിൽ എന്ന്, അതായത് ഞങ്ങൾ ഇത് അർഹിക്കുന്നതാണ്, ഈ ശിക്ഷ അർഹിക്കുന്നതാണ്, അതെങ്ങാനും എനിക്ക് തിരിച്ചു പോയി കൂടുതൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് പ്രതിഫലം കിട്ടുന്ന അവസ്ഥയിലേക്ക് ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് എന്ത് ചെയ്യുക, നരകത്തിലേക്ക് പോകുന്ന ആൾ പോലും പറയാം. എന്ന് വെച്ചാൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പരലോകത്ത് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ 100% കൺവിക്ഷനോടുകൂടി 100% ഞാൻ ഇതിന് അർഹയാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരാൾ ശിക്ഷിക്കപ്പെടുക. ഇത്രയും നീതി വേറെ ഏതെങ്കിലും ലോകത്ത് നടക്കുമോ? അതായത് ശിക്ഷിക്കപ്പെടുന്ന ആൾ ഉറപ്പിച്ച് പറയുകയാണെന്ത്? ഞാൻ ഇതിന് അർഹനാണ്. അതിനോളം വലിയ നീതിയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേവലം പുറമേയുള്ള കാഴ്ചകളോ ചിന്തകളോ അല്ല, മറിച്ച് എല്ലാം അറിയുന്ന, നന്മയും തിന്മയും പൂർണ്ണമായി അളക്കാൻ കഴിയുന്ന, അതിൻ്റെ അളവുകോലുകളുള്ള നീതിയുടെ പരിപൂർണത നടപ്പിലാക്കുമെന്ന് പറയുന്ന പടച്ചോൻ ഒരു വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങളോട് ഒരാളോടും ഒരു അണുമണി തൂക്കം പോലും അനീതി ചെയ്യില്ല എന്നുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ വാഗ്ദാനത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. അങ്ങനെ ഒരു കൺസേൺ ആവശ്യമില്ല. പടച്ചോൻ വാഗ്ദാനം തന്നിരിക്കുന്നു, അനീതിയില്ല. പിന്നെ നമുക്ക് പ്രയാസം വേണം അല്ലെങ്കിൽ കൺസേൺ വേണം. എപ്പോൾ? എന്ത് വിഷയത്തിൽ? നീതി നടപ്പിലാകും. ആ നീതി നടപ്പിലാകുമ്പോൾ പടച്ചോനെ എനിക്ക് പ്രതിഫലം കിട്ടൂലേ, ഞാൻ സ്വർഗത്തിൽ പോകൂലേ, എൻ്റെ കാര്യം എന്താകും എന്നാലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബേജാറാകാം. അല്ലാതെ വേറെ ആരെക്കുറിച്ചും ബേജാറാവേണ്ട കാര്യമില്ല. കാരണം പൂർണ്ണമായ നീതി നടപ്പിലാക്കുന്ന പടച്ചവൻ നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നു, ഒരാളോടും ഒരു പടപ്പിനോടും ഒരു അണുമണി തൂക്കം പോലും അനീതി ചെയ്യില്ല എന്നുള്ളത്. ആ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും നമുക്ക് നമ്മുടെ കാര്യത്തിൽ ബേജാറാവുകയും നമ്മൾ കൂടുതൽ നന്മകളിലേക്ക് അടുക്കുകയുമാണ് വേണ്ടത് എന്നുള്ളതാണ് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. നമ്മുടെ ഡയലോഗിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്.